ചെറുക്കനെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുള്ള ഒരു പരിപാടിയില്ല. ആ ഡോക്ടറെ ഇച്ചിരി പ്രശ്നമാണ്, അവരും ഒന്ന് ഒതുക്കേണ്ടി വരും. അത് എനിക്ക് വിട്ടേക്കെന്ന്, അത് ഞാൻ നോക്കിക്കോളാം. ഇതുപോലെ എത്ര എണ്ണത്തിന് ഡീൽ ചെയ്തവനായി തോമസ്. പിന്നെ ആ ഒരു ചീല ഡോക്ടർ. കൊച്ചനെ അവിടെ നിന്ന് മാറ്റുണ്ടായോ? ഓ എന്നാത്തിനാ, അതിന്റെ കാര്യമൊന്നുമില്ല. അവനവിടെ ഹാപ്പിയാ. എനിക്കേ ആ പനക്കിലെ ചാക്കോച്ചന്റെ വീട് വഞ്ചനപ്പിന്റെ അവിടെ നിന്ന് കയറണം. അളിയൻ വരുന്നുണ്ടോ? എനിക്ക് അസോസിയേഷനിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാനും ഇറങ്ങുവാ. പെങ്ങളെ ഇറങ്ങുവാണേ. ആരുമില്ലായിരുന്നു, ഞാനിപ്പം വന്നോണ്ടിരിക്കുക. ഞാൻ വീട്ടിലോട്ടല്ലേ വരുന്നത്. അബ്ബാക്കി അവിടെ വന്നിട്ട് പറയാം. ചേട്ടാ, നിങ്ങളെന്താ ഇവിടെ? ചേട്ടാ അന്ന് പറഞ്ഞ കാര്യമില്ലേ, അന്നത്തെ CCTV വിഷ്വൽസ് കാണാൻ വല്ല വഴിയുണ്ട്? ചേട്ടാ പറ്റില്ലെന്ന് പറയും. എന്റെ പണി പോകുന്ന കേസാ കൊച്ചേ, നടക്കൂല. ചേട്ടാ ചേട്ടാ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിന്റെ കാര്യമല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കാര്യങ്ങളാ കൊച്ചേ. എങ്ങാനും പുറത്തെറിഞ്ഞു പോയാ എന്റെ കുടുംബം പട്ടിണിയായിപ്പോ. ഇല്ല, നടക്കൂല. ചേട്ടാ ചേട്ടന്റെ വീട്ടിലും പെൺകുട്ടികളില്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യും. അവരാരൊക്കെ വന്ന് എന്തൊക്കെയോ മാച്ച് കളഞ്ഞിട്ട് പോയി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫ്ലാറ്റിലെ CCTV ഓഫാ. അത്ര അറിയും ചേട്ടാ. പുറകു വശത്തെ ഗേറ്റ് ഉണ്ണിയാടന്റെ ഓഫീസിലേക്കുള്ളതാ. അവിടെയാ CCTV റൂം. നാളെ കഴിഞ്ഞ ഒരാഴ്ചത്തേക്ക് ബാക്കിലെ ഗേറ്റിൽ ഞാനായിരിക്കും നൈറ്റ് ഡ്യൂട്ടി. പിന്നെ ഞാൻ നിങ്ങളെ കണ്ടിട്ടുമില്ല, നിങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല. മനസ്സിലായല്ലോ? എക്സ്ക്യൂസ് മീ മാം. യെസ്, കം ഇൻ. മാമിന് എന്നെ മനസ്സിലായോ? ഞാൻ ദിയയുടെ ഫ്രണ്ട്. ഓ യെസ് യെസ്. എന്താ മോളെ? മാം മാം, then you carry on. ശരി ഡോക്ടർ, We will talk later. താങ്ക് യു. ഇരിക്കേ. താങ്ക് യു. പറ മോളെ. മാം ദിയയുടെ അവസ്ഥ അറിയാലോ. കേസ് എങ്ങനെയെങ്കിലും ആളുകൾ ഒതുക്കി തീർക്കാനാണ് നോക്കുന്നത്. എനിക്കാണെങ്കിൽ പോലീസായിട്ട് എൻഗേജ് ചെയ്തിട്ടൊരു പരിചയമില്ല. അപ്പം മാം ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. ഓ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്കാം. എൻ്റെ ഹസ്ബൻഡ് ഫോറൻസിക്കില് ആൻഡ് ഹി ഹാസ് കണക്ഷൻ വിത്ത് ദ പോലീസ്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. താങ്ക് യു സോ മച്ച് മാം. അപ്പം ഞാൻ വിളിക്കും. ഷുവർ. താങ്ക് യു. ബൈ ബൈ. ഞാൻ വിളിക്കാം. ഓക്കെ. ജോണായിരുന്നു. അവനൊരു സജഷൻ പറഞ്ഞതാ. ഒരു കല്യാണക്കാരി. കേസും കാര്യങ്ങളും ഒക്കെ അവര് പോകുന്നതിന് മുമ്പ് നമുക്കിത് അങ്ങോട്ടൊന്ന് ആലോചിച്ചാലോ? നിങ്ങൾ എന്താ പറയാൻ? അവിടെ നിൽക്ക്. നീ ഇന്ന് ഡോക്ടർ ആശയെ കാണാൻ പോയിരുന്നു. ഇങ്ങോട്ട് നോക്കണേ മോളെ. കൂടുതൽ സ്മാർട്ട് ആവാൻ നോക്കല്ലേ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാം പാപ്പ. നീ എന്ത് ചെയ്യുന്നതാണ്? ഞാനുണ്ടാക്കുന്നത് കഴിച്ചോണ്ട് എന്റെ ചിലവരുടെ കഴിഞ്ഞിട്ട് തലവഴിത്തരം കാണിച്ചാലുണ്ടല്ലോ അടിച്ചു കൂട്ടി വിടണം. കൈ പൊങ്ങൂല. ഇത് കീർത്തി തോമസാ പറയുന്നത്. നിങ്ങൾ എന്നതായി ചെയ്യുന്നേ? കുറച്ച് സ്വാതന്ത്ര്യം കൊടുത്തപ്പോ എന്തും ആകാവുന്നതാണോ? അതേ വിട്ടി വേണ്ട. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കാതെ ചാടിക്കടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? വാശി മൂത്ത അവൾ ഒന്നും കേൾക്കുകയല്ല. അവളുടെ ഒരു വാശി. എങ്ങോട്ടാ പോകുന്നത്? എന്നാ ഇത്? എന്നെ ഭാവിച്ചിട്ടാ? ഒരു മോനെയാണെന്ന് വിചാരിച്ചു. നമുക്ക് നോക്കാം ആരാ തൊലയുന്നത്.
ബാല വാ ഇരിക്ക്. ബാല, ഇത് അഡ്വക്കേറ്റ് ജോൺ സാമുവൽ. ഞാൻ പറഞ്ഞിരുന്നില്ലേ? കുടിക്കാൻ എന്താ? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാലോ. സംഗതികൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് രണ്ടു കൂട്ടർക്കും അപകടമില്ലാതെ കാര്യങ്ങൾ മൂവിയല്ലേ നല്ലത്. ബാല, ഞാൻ പറഞ്ഞിട്ടാ വക്കീൽ ഇങ്ങോട്ട് വന്നത്. നമുക്ക് രണ്ടു കൂട്ടർക്കും ഉപകാരമുള്ള കാര്യമാണ്. ഞാൻ ആലോചിച്ചിട്ട് ഇതല്ലാതെ ബെറ്റർ സൊല്യൂഷൻ വേറൊന്നുമില്ല. അതാ ബാലൊന്ന് ആലോചിക്ക്. എടാ, എത്ര നാളെന്ന് വെച്ചാൽ നീ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക? നീ എന്തെങ്കിലും ആലോചിക്കണ്ടോ? ഇനി തിരിച്ച് ആ വീട്ടിലേക്കില്ല. നീ അവളുടെ അവസ്ഥ കണ്ടതല്ലേ. ഇനി ആ വീട്ടിൽ പോയാൽ ശരിയാവില്ല. പാപ്പ, അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ? മോനെ രക്ഷിക്കാനുള്ള സകല പണിയും നിന്റെ അപ്പൻ ചെയ്യുന്നുണ്ട്. അത് പിന്നെ മോക്കും അറിയാവുന്നതാണല്ലോ. പരാതിക്കാരില്ല, തെളിവുമില്ല. ദിയെ ഏതായാലും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അമ്മേ, കഴിക്കുന്നില്ലേ ഇപ്പോ? ഓ, ഞാൻ പിന്നെ കഴിച്ചോളാടി. നിനക്ക് വേണോ? വേണ്ട. എനിക്ക് വേണ്ടമ്മ, ചായ മതി. നീ അതങ്ങ് കഴിച്ചേ. മിനെ, പയ്യൻ്റെ വീട്ടുകാർ പ്രപ്പോസലുമായിട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് ആ വഴിയൊന്ന് ആലോചിക്കാം. നാലുപേര് അറിയുന്നതിന് മുമ്പ് ഇതിങ്ങനെ അങ്ങ് തീരുന്നതാണ് നല്ലത്. അച്ഛൻ, എനിക്കിപ്പോൾ ആ കല്യാണം വേണ്ട അച്ഛ. നീ കാണിച്ചത് അമ്മ മാറിക്ക. അമ്മ അതിനകത്ത് ഇടപെടരുത്. വല്ലവരും അവളെ ഉപദ്രവിച്ചതിന് നീ എന്തിനാണ് അവളെ തെറി വിളിക്കുന്നത്? എന്റെ അമ്മയൊന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ? നാട്ടുകാരൊക്കെ അറിഞ്ഞോണ്ടല്ലോ, പിന്നെ എല്ലാരും കൂടെ വിഷം കഴിച്ച് ആവുന്ന. ഇതിലും വലുത് കണ്ടിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. നട്ടല്ലുണ്ടെങ്കിൽ നീ പെങ്കൊച്ചിൻ്റെ കൂടെ നിൽക്കും, അല്ലാതെ അതും പറഞ്ഞ് കൊച്ചിനെ പേടിപ്പിക്കാതെ. എൻ്റെ മോളെ, നീ ഞങ്ങൾ എന്തിനങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഇതൊക്കെ കൂടി അച്ഛന് താങ്ങാൻ പറ്റുമോ? മോളമ്മ പറയുന്നതൊന്ന് കേക്ക്, ചെന്ന് റെഡിയാവും. നാലാളറിഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ല. മോളെ നല്ലതിന് വേണ്ടിയല്ലേ ഞങ്ങൾക്ക് പറയുന്നത്. അമ്മ പറയുന്നതൊന്ന് കേക്ക് മോളെ.